ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് മധുര മാങ്ങ അച്ചാറാണ്. ഈ ഒരു മാങ്ങ അച്ചാറ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ആകും. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവും. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിപ്പുള്ളതും ഒന്ന് പഴുത്ത മാങ്ങയും ആയിരിക്കണം. ഇനിയിപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അച്ചാർ തയ്യാറാക്കാനുള്ള ഒരു പാനടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇന്നത്തെ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുകും ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു ബോൾ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റാം. ഇവയെല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും 3 പച്ചമുളകും 2 വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇവയെല്ലാം മൂപ്പായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ അളവിലെ കാശ്മീരിയും 1 സ്പൂൺ അളവിലെ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മാങ്ങ കഷ്ണങ്ങളൊന്ന് വഴണ്ടു കഴിഞ്ഞാൽ 100 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ലതുപോലെ കഷ്ണങ്ങളൊന്ന് തിളച്ചു വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവിലെ കായപ്പൊടിയും 1.5 സ്പൂൺ അളവിലെ കടുക്, ഉലുവ, കായം ഇവ വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാർ നല്ല കുറുകിയ പാകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു ചില്ലു കുപ്പികളിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതുമാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചക്കര മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.